കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യണം. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. ഈശോയെ, ഈ ആഴ്ചയിലെ അങ്ങയുടെ കാരുണ്യം കണ്ണുനീരോടെ ആഗ്രഹിക്കുന്നുണ്ട്. ഈശോയെ, മുട്ടിന് താഴേക്ക്, കാൽമുട്ടിന് താഴേക്ക്, തുടയിലേക്ക് നീര് പൊങ്ങിക്കിടക്കണ കണ്ട് കർത്താവ്യത്തെ സ്പർശിക്കും. അവർക്ക് എഴുന്നേക്കാൻ പാടില്ല, ഇരിക്കണവർ. കർത്താവെ, അങ്ങനെയുള്ള എല്ലാവരും നീ സ്പർശിക്കണം. പ്രാർത്ഥിക്കണമെന്നും പ്രാർത്ഥിച്ചത് സുഖപ്പെട്ടിട്ട് ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരെയും നീ സ്പർശിക്കണേ കർത്താവെ. കർത്താവെ, യാത്രയുള്ള മക്കളെ ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിദേശത്തേക്ക് യാത്ര ചെയ്യുന്നവരും സ്വദേശത്തേക്ക് യാത്ര ചെയ്യുന്നവരും ജോലി സംബന്ധമായി യാത്ര ചെയ്യുന്നവർ യാത്ര മുടങ്ങിപ്പോരുണ്ട്. ഈശോയെ, കാലുകൾ ഉദച്ചും വാഹന അപകടത്തിലും മരത്തിൽ നിന്ന് വീണും പലരും ഈ ദിവസങ്ങളിൽ അവരുടെ ഫോട്ടോയും കൂടെ എൻ്റെ അടുത്ത് വന്ന് അവരെല്ലാം ഞാനിപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കണം. ഈശോയെ, ഈശോ, നിന്റെ തിരുമുറുപാർന്ന വലതുകരം, ആണിപ്പടുതാർന്ന അത്ഭുതകരം കിടപ്പ് രോഗികളുടെ മേൽ നീ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിപ്പിണർ പോലെ വൈദാഘാതം പോലെ ദൈവിക ശക്തി അവരിലേക്ക് ആവഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ പോകുന്നിടത്തെല്ലാം നിന്റെ കൂടെ ഞാനുണ്ടാകുന്ന അല്ലസിന്റെ കർത്താവെ, നിന്റെ ചൈതന്യം അവരിലേക്ക് ആവശ്യിക്കുകയും എൻ്റെ പ്രാർത്ഥനയിൽ ആശ്രയിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കാര്യം അച്ഛൻ പറഞ്ഞില്ലല്ലോ എന്ന് ഓർത്ത് ഇപ്പം സങ്കടപ്പെടുന്നവരെ അവർ മനസ്സിൽ വിചാരിക്കുന്ന കാര്യത്തിൻ്റെ മേലെ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശു നാമത്തിലെ വിടുതൽ ലഭിക്കട്ടെ. പിതാപുത്രനും പരിശുദ്ധാത്മാവിൽ നീക്കുവാമേ. ഉടമ്പടിയിലും പ്രധാനപ്പെട്ട കണ്ടീഷൻസ് എന്താണ്? നീ പോകുന്ന ലക്ഷ്യം സാധിച്ചില്ലെങ്കിലും നീ ഉടമ്പടിയിൽ നിന്ന് തിരിച്ചു പോരരുത്. ഈ കൊടുത്ത പോയിന്റ് മറന്നു മനസ്സിലായില്ലേ? അതാ ഒന്നുകൂടി വായിച്ച ഭാഗം ഒന്നുകൂടി വായിച്ചേ. അബ്രഹാം പറഞ്ഞു, എന്റെ മകനെ അങ്ങോട്ട് കൊണ്ടുപോകരുത്. 24:8 എന്നാൽ ആ സ്ത്രീക്ക് നിന്നോട് കൂടെ പോരാൻ ഇഷ്ടമില്ലെങ്കിൽ എന്റെ ഈ ശബദത്തിൽ നിന്ന് നീ വിമുക്തനാണ്. എന്റെ മകനെ അങ്ങോട്ട് തിരികെ കൊണ്ടുപോകരുതെന്ന് മാത്രം. ഇത് എൻ്റെ മക്കൾ വളരെ സീരിയസ്. ഇന്ന് വെളുപ്പിനെ ഈശോ നിങ്ങളോട് പറയാൻ വേണ്ടി പറഞ്ഞതാണ്. എന്താ കാര്യം? ഉടമ്പടിയുടെ വിഷയം നിയോഗം നിറവേറിയില്ലെങ്കിലും, ഉടമ്പടി എന്താണ്? എബ്രാഹത്തിന് ഇസഹാക്കിന് മകളെ കണ്ടെത്താൻ ഇസഹാക്കിന് നാട്ടിലോട്ട് പോവുകയാണ്. സ്വന്തം രക്തത്തിൽ നിന്ന് ജീവിത പങ്കാളെ കണ്ടെത്താൻ കഴിയണം. അപ്പം വൃത്തം ചോദിക്കണത് എന്താണ്? അവൾക്ക് എൻ്റെ കൂടെ ഇങ്ങോട്ട് ഇത്രയും അകലെ വരാൻ താല്പര്യമില്ലെങ്കിലും എന്താ പറയുക, ഇവൻ കെട്ടാതെ നിന്നാലും കുഴപ്പമില്ല. അതാണ് ആ ലൈൻ പോണ പോക്ക് കണ്ടല്ലേ. ഇവൻ കെട്ടാതെ നിന്നാലും കുഴപ്പമില്ല, എൻ്റെ മകനെ ഞാൻ വിട്ടുപോകുന്ന സ്ഥലത്തേക്ക് നീ തിരികെ കൊണ്ടുപോകരുത്. വളരെ സീരിയസ് ആയിട്ടുള്ള വെർഡിക്റ്റാണ്. ഇതൊരു നിലപാടിൻ്റെ ഒരു ഭാഗമാണ്. നിൻ്റെ ഉടമ്പടി നിയോഗം ചില കാര്യങ്ങൾ ദൈവഹിതമാണെന്ന് വിചാരിച്ചോ. ഇപ്പം നീ ഉണ്ടാകാൻ വേണ്ടിയാണ് ഉടമ്പടി വെച്ചിരിക്കുന്നത്. എനിക്കാണെങ്കിൽ ഉടമ്പടിയിൽ ഒരു സംശയമില്ലാത്തൊരാളാണ്. എന്നുവെച്ചാൽ ഞാൻ ഉടമ്പടിക്ക് മുമ്പൊരു കാലഘട്ടത്തെ ഫേസ് ചെയ്ത ആളാണ്. 86 84 തുടങ്ങി. അച്ഛനായത് 85-ലാണെങ്കിലും ധ്യാനം ഞാൻ തുടങ്ങിയത് 84-ലാണ്. അന്ന് തൊട്ട് ഇന്ന് വരെ ധ്യാനഗുരുവാണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് പറയണത്, ഈ കാലങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന മിഷനറികളെല്ലാം എനിക്കറിയാം. ഉടമ്പടി വന്നപ്പോൾ ഉണ്ടായിരുന്ന ഡിഫറൻസ് എനിക്കറിയാം. ഉടമ്പടി വന്നപ്പോൾ ഡിഫറൻസ് 3 ഇരട്ടിക്ക് കൂടുതലാണ്. ഇത് ടൈം ഷോർട്ടണിങ് എന്ന് പറയുന്നത് പണ്ടാര ടൈം ഷോർട്ടണിങ് ആണ്. പെട്ടപ്പെടാന്നിങ്ങനെ. ഇപ്പം ഈ മെർലിനൊക്കെ പറഞ്ഞത് എന്താണെന്നറിയാമോ? ഞാൻ ഉടമ്പടി പുതുക്കി ഉടമ്പടി പ്രകാരം അതിൻ്റെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്ത് ഞാൻ എന്താ ചെയ്തത്? എൻ്റെ ദശാംശം തന്നെ ഞങ്ങൾ എടുത്തിട്ട് വീടില്ലാത്തവർക്ക് കൊടുക്കും. ജീസസ് പോലുള്ള ആത്മീയ സംഘടനകൾക്ക്
അവർക്ക് ശുശ്രൂഷകൾ കൂടാൻ കൊടുക്കും. അതുപോലെ തന്നെ എന്നെപ്പോലൊരു കുഞ്ഞ് എൻ്റെ വീടിൻ്റെ അടുത്ത് ജനിച്ചിട്ടുണ്ട്. എനിക്ക് കുഞ്ഞിനെ കിട്ടിയ പോലെ തന്നെ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ഒരു സ്ത്രീ ഗർഭം ധരിച്ചു. അപ്പം ഞാൻ അവളെ പോയി കണ്ടിട്ട് എനിക്ക് എൻ്റെ കുഞ്ഞിനെ വളർത്താനുണ്ടായിരുന്ന ചിലവ് എന്തുമാത്രമാണെന്ന് എനിക്കറിയാം. ഞാൻ അത്രയും ആ കൊച്ചിനെ ഞാൻ ദത്തെടുത്ത്. അവർ പാവപ്പെട്ടവരാണ്. അതുകൊണ്ട് ആ കൊച്ചിനെ ഞാൻ ദത്തെടുത്ത് അവൾക്കുണ്ടായിരുന്ന ചിലവ് ഞാൻ വഹിച്ചു ആ കാലങ്ങളെല്ലാം. അങ്ങനെ മനുഷ്യ ഉടമ്പടി ചെയ്യണത്. അവർ തിരിച്ചു വന്നപ്പോൾ ഒരു വല്ലാത്ത ഒരു 1.5 വരവായിപ്പോയി, ഭാര്യയും ഭർത്താവും. അതുപോലെ തന്നെയാണ് സുവിശേഷ വേലയും. ഇപ്പം എന്താ സംഭവിച്ചതെന്നറിയാമോ? അങ്ങനെ വന്നപ്പോൾ നടക്കണമെന്ന് സംഭവിച്ചത്, നമ്മളെ ഉടമ്പടിയോട് വിശ്വസ്തരാണെന്ന് ദൈവത്തിന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ അവർക്ക് ഒന്ന് സ്തുതിക്കട്ടെ മക്കളെ. ഹല്ലേലൂയ 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 മഹത്വം മഹത്വം ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം ആരാധന. അതായത് ഇത്രയും അപ്പോൾ നമ്മൾ ഉടമ്പടിയിൽ വിശ്വസ്തത പാലിച്ചില്ലേ, ഉടമ്പടി റെക്ടിഫൈ ചെയ്തു. ആദ്യം തെറ്റിപ്പോയപ്പോൾ ഉള്ള ജോലി കൂടി പോയി, 0 ആയി. പിന്നെ ഉടമ്പടി വന്ന് പുതുക്കി കഴിഞ്ഞപ്പോൾ പൂർവാധി ശക്തമായിട്ട് അവരെ ഉടമ്പടി നിറവേറ്റാൻ തുടങ്ങി. അവരുടെ ഭാഗം ക്ലിയർ ചെയ്തപ്പോൾ എന്താ പറ്റിയിരിക്കണത്? ക്ലിയർ ചെയ്തപ്പോൾ ഇവർ അപേക്ഷ പോലും വെച്ചിട്ടില്ല. ആമസോണിൻ്റെ ഏരിയ മാനേജറായിട്ട് ഇയാളെ അപേക്ഷ വെക്കാതെ അവർ ഇയാളുടെ ബയോഡേറ്റ കണ്ടുപിടിച്ച് ഇങ്ങോട്ട് കോൾ ഫോർ ചെയ്യാൻ. കർത്താവിൻ്റെ മുമ്പിൽ നിന്നെ രക്ഷപ്പെടുത്താൻ 10,000 വഴികളുണ്ട്. നിൻ്റെ ചിന്തയിൽ ഒരു കമ്പനിയും ഒരു രാജ്യമേ ഉണ്ടാകത്തുള്ളൂ, ചിലപ്പോൾ ഒരു പ്രൊഫഷൻ ഉണ്ടാകത്തുള്ളൂ. ഉടമ്പടി ഓപ്പൺ മാർക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ, ഓപ്പൺ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താ കാര്യം? കർത്താവിൻ്റെ സാധ്യതയ്ക്ക് ഇടണം. നിങ്ങൾ ഉടമ്പടി കൃത്യമായിട്ട് അവൻ പറയണ പോലെ ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ എന്താ സംഭവിച്ചു? സ്ത്രീക്ക് ഇവർക്ക് എന്താ സംഭവിച്ചിരിക്കണേ? ആമസോണിൻ്റെ ഏരിയ മാനേജർ എന്ന് പറയണത് ഇയാൾ പഠിച്ചത് ഫൈനാൻസാണ് പഠിച്ചത്. ഇപ്പോൾ ഫൈനാൻസ് ഇയാളെ പഠിച്ച പ്രൊഫഷൻ തന്നെയാണ് വിളിച്ചിരിക്കണത്. അപ്പം നല്ല ശമ്പളം, പക്ക ശമ്പളമാണ്. ഇയാൾ വല്ല അപേക്ഷയും വെച്ചാൽ? ഒരു അപേക്ഷയും വെച്ചിട്ടില്ല. ഇയാൾക്ക് അവരറിയാവോ? അറിയാൻ പാടില്ല. പക്ഷേ ദൈവത്തിൻ്റെ കൺട്രോളിലാണ് ഈ സംഭവങ്ങളെല്ലാം. നമ്മളൊരു സത്യസന്ധമാണെന്ന്, ഇപ്പം നിൻ്റെ കല്യാണം താമസിക്കുന്നു, നിനക്ക് കൊച്ചുണ്ടാകാൻ താമസിക്കുന്നു, ശരി, നീ വീട് വിൽക്കാനോ താമസിക്കുന്നു. പക്ഷേ ഈ വിഷയത്തെല്ലാം എന്താണ്? ഈ ഓരോ സംഭവവും നമ്മളെപ്പോഴും ഉടമ്പടി വയ്ക്കുമ്പോൾ ബൈബിളിൽ ഏറ്റവും നല്ല വാക്ക് ഉടമ്പടിക്കാർക്ക് മനസ്സിൽ ഓർക്കേണ്ട വാക്കാണ്. എന്താണ്? ദൈവം. എന്താണ്? ദൈവം. സമസ്തവും അവന്റെ പാദത്തിന്റെ കീഴാക്കിയിരിക്കും. അപ്പൊ നമ്മൾ പറയുന്ന ആൾക്കാരുടെ കയ്യിലല്ല നമ്മുടെ ഭാവി ഇരിക്കണത്. ആരുടെ കയ്യിലാണ്? ദൈവത്തിന്റെ കയ്യിലാണ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. കൊരിന്തോസ് 15:27. 1 കൊരിന്തോസ് 15:27. ദൈവം സമസ്തവും അധീനമാക്കി തന്റെ പാദത്തിൻ കീഴാക്കിയിരിക്കുന്നു. സമസ്തവുമാണ് നിന്റെ ജോലി, വീട്, വിവാഹം, പെൻഷൻ, PR, ഈ സമസ്തവും കർത്താവിൻ്റെ കീഴിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ മുമ്പിലുള്ള എന്താണ്? നമ്മൾ ഈ സമസ്തവും ദൈവത്തിൻ്റെ കീഴിലാക്കണം. അതാണ് വിഷയം. നമ്മൾ സമസ്തവും നമ്മുടെ ചിന്ത, ആലോചന, അതുപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ എല്ലാത്തിനെയും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഗോകുൽകൃഷ്ണയുടെ സാക്ഷ്യങ്ങളിലൊന്ന്, ഒത്തിരി സാക്ഷ്യങ്ങളുണ്ട് അവളുടെ. അല്ല, ഒരു സാക്ഷ്യം പറയണത്, ഞാൻ ചെറുപ്പമാണ്, ഈ ടൈറ്റ് യൂത്തിൻ്റെ ടൈമാണ്, എനിക്ക് 25 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഞാൻ ജർമ്മനി ചെല്ലുമ്പോൾ എനിക്ക് ഭയങ്കര ബോറടിച്ച്. എന്താണ് കാര്യം? ആ പ്രായം ബോറടിക്കണ പ്രായമാണ്.
കാര്യം എല്ലാവർക്കും തന്നെ ലൈനുണ്ട്, അതാ വിഷയം. കാര്യം അവർക്ക് ഈ ആൾക്കാർക്ക് ആ പ്രായത്തിൽ ബോറടിക്കുമ്പോൾ ഓരോരുത്തർ ചിലപ്പോൾ നല്ലതായിരിക്കും, ചിലപ്പോൾ മോശമായിരിക്കും, ചിലപ്പോൾ പണി കിട്ടും, പല പരിപാടിയാണ്. പക്ഷേ ഇവരുടെ മാനസികാവസ്ഥ എന്താ? മാനസികാവസ്ഥ എന്ന് പറയുന്നത് തനിക്ക് ആരും ഇല്ലല്ലോ എന്നുള്ളതാണ്. അപ്പനും അമ്മ വീട്ടിലല്ലേ, ഇടയ്ക്കിങ്ങനെ സ്കൈപ്പിൽ തിരിച്ചുകൊണ്ടിരിക്കണമെന്നല്ലാതെ കാര്യമില്ലല്ലോ. അത് ഫ്രെയിം വെച്ച ഫോട്ടോ പോലെയാണ്. അമ്മ ചോദിക്കും തിന്നാന്ന് ചോദിക്കും, അതാണ് ചോദിക്കത്തുള്ളൂ, വേറെ ഒന്നും ചോദിക്കത്തില്ല. കഴിച്ച നിൻ്റെ മുടി എന്താണ് ഇങ്ങനെ ഇരിക്കണത്? ഇത് സ്ഥിരം ചോദ്യമാകുമ്പോൾ ഒരു കൊല്ലം ആകുമ്പോൾ അമ്മയെ വെറുക്കും. കാര്യം ഇവർക്കിത് ചോദിക്കാനല്ലേ അറിയാൻ പാടുള്ളൂ. ശമ്പളമാണെങ്കിൽ ശമ്പളം ചോദിക്കും, ശമ്പളം കിട്ടിയില്ലേ മോളെ എന്നൊക്കെ ചോദിക്കും. അത് ഒരു കൊല്ലം കേൾക്കുമ്പോൾ തന്നെ അറിയാം ഈ തള്ള വാ പൊളിക്കണ ശമ്പളത്തിനാണെന്ന്. അപ്പം നമ്മളോട് പറഞ്ഞില്ലെങ്കിലും നിങ്ങളെക്കുറിച്ച് അവർക്കൊരു ധാരണയാകും. ഉള്ളിൽ നിങ്ങളുടെ ഫോട്ടോ കാണുന്നത് തന്നെ അവർക്ക് മടുപ്പാകും. കാര്യം ചോദിക്കാൻ പോണ കാര്യം ഇത്രയാണ്. അതിങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മ വിളിക്കുമ്പോൾ റെക്കോർഡ് ഓൺ ചെയ്താൽ മതി. കഴിച്ചു, ശമ്പളം കിട്ടി അല്ലെങ്കിൽ കിട്ടിയില്ല, നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ അവർ ഓക്കെ ആവും. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ഈ വിഷയങ്ങളെ. കാര്യം കൈ വിട്ട് നിൽക്കണ ആ പിള്ളേർ ഇവിടെ കൈകാര്യം ചെയ്യണമെങ്കിൽ നമ്മൾ വേറെ കോളേജിൽ പോയി പഠിക്കേണ്ടി വരും. അവരുടെ മനസ്സിലുണ്ടാകുന്ന ട്രാജഡി ഒന്നും നിങ്ങളോട് പറയണമെന്നൊരു നിർബന്ധമില്ല. അതുകൊണ്ട് എപ്പോഴും നല്ലത് ഉടമ്പടി എടുത്ത് അതിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്താ കാര്യം? നമുക്കറിയത്തില്ല എന്ത് അണ്ടർ കറണ്ടാണ് പോകണമെന്ന്. ഇപ്പോൾ ഗോകുൽ കൃഷ്ണൻ എന്താ പറയണത്? എനിക്ക് ബോറടിക്കാൻ തുടങ്ങി ഒറ്റക്ക് നടന്ന്. എല്ലാവർക്കും കൂട്ടുണ്ട്. അപ്പോൾ കൊള്ളാവുന്നതായാലും കൊള്ളാത്തതായാലും ആരെങ്കിലും ഒരു കൂട്ട് കിട്ടണമെങ്കിൽ കഴിഞ്ഞാൽ നമുക്ക് ബോറടി മാറും. അത് എല്ലാ യൂത്തും അനുഭവിക്കുന്ന പ്രശ്നമാണ്. എല്ലാ യൂത്തും അനുഭവിക്കുന്ന കാര്യം. ഒരു പ്രണയക്കൂട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് കോംപ്ലക്സാണ്. എന്താണ്? തനിക്കെന്തോ കുഴപ്പമുള്ളത് കൊണ്ടാണ് നമുക്ക് ഒന്നും ഒക്കാതെ വന്നതെന്ന് തോന്നുന്നു. അത് നമ്മൾ അമ്മയോടൊന്നും പറയാം. ചിലർ അപ്പം അമ്മയോടൊക്കെ ഈ സംഭവം അങ്ങോട്ട് ഡിസ്കസ് ചെയ്യും, ചിലർ ഡിസ്കസ് ചെയ്യത്തില്ല. അപ്പോൾ ഇവരുടെ മനസ്സിലുള്ള ഒരു ചങ്കടിപ്പെന്ന് പറയണത് തനിക്കെന്തോ കുഴപ്പമുണ്ട്, തൻ്റെ ബോഡിക്കെന്തോ കുഴപ്പമുണ്ട്, തൻ്റെ സംസാരത്തിന് എന്തോ കുഴപ്പമുണ്ട്, താൻ തിരിവാകുകയാണ്. ഓപ്പൺ മാർക്കറ്റിൽ താൻ തിരിവാകുകയാണ്. അപ്പോൾ പിന്നെ ഇവിടെ കാണിക്കണത് എന്താണ്? തിരിവാകാതിരിക്കാൻ വേണ്ടി ഞാൻ വലിയ സംഭവമാണെന്ന് അറിയിക്കാൻ വേണ്ടി പുതിയ പുതിയ അഭ്യാസങ്ങൾ കാണിക്കും. ഇവിടെ കാലുകുത്തുന്ന ഓരോ മനുഷ്യരും ഞാൻ ചൂടാകണത് ആത്മീയ കാപഠ്യം ഉണ്ടെങ്കിലേ ചൂടാകത്തുള്ളൂ. മറ്റുള്ള കാര്യങ്ങൾക്ക് ഐ ആം നോട്ട് ബോദർ അബൌട്ട് ഇറ്റ്. നിങ്ങൾ കർത്താവിനെ പറ്റിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വയറ്റിപ്പഴപ്പിന് വേണ്ടി ദൈവത്തിന് ദുർവിനിയോഗിച്ചാൽ ഞാൻ നിങ്ങളുടെ ഉടമ്പടി കറക്റ്റ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ചൂടാകണതാണത്. അല്ലാതെ ആൾക്കാരെ നോക്കി ചൂടാകണമല്ല. ഉടമ്പടി കറക്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശാസിക്കുന്നതാണ് അല്ലേ ഉള്ളു. അല്ലാതെ നിങ്ങൾ എന്ത് ലിപ്സ്റ്റിക്ക് തേച്ച് വന്നാലേ എനിക്കൊന്നും പ്രശ്നമൊന്നുമില്ല. ഇനി ഇന്നാളൊരാൾ മുഴുവനും മദാമയെ പോലെ കളറൊക്കെ ചെയ്ത് വന്ന് ഞാൻ ചിരിച്ച്. അത്രയേ ഉള്ളൂ. അത് അവരുടെ പ്രായത്തിന് അവർക്കത് ചെയ്ത് അങ്ങ് മുന്നോട്ട് പോകേണ്ടത്. അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതല്ല പ്രശ്നം. ഈ ഒറ്റപ്പെടലെന്ന് പറയുന്ന സംഭവം, നമ്മൾ ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ മാർക്കറ്റിൽ നമുക്ക് ഡിമാൻഡില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലുള്ള അഭ്യാസങ്ങൾ കാണിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ കിഡ്നി പോകുക, ഇത് നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. കമ്പനിക്കാരൊക്കെ എത്ര നമ്മളെ ശ്രദ്ധിച്ചാലും കുറച്ച് കഴിയുമ്പോൾ ഒരു കമ്പനിക്ക് നമ്മളെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ 40-30 വയസ്സോ ഉള്ളെങ്കിലും 60 വയസ്സിൻ്റെ ബ്രാൻഡിൽ ഇരിക്കുകയുള്ളൂ. കമ്പനിയുടെ കാര്യങ്ങളെല്ലാം കെമിക്കലല്ലേ. അപ്പോൾ നമുക്ക് ആ വഴിക്ക് പോയിട്ട് ചിന്തിക്കുക. അപ്പോൾ അതിനേക്കാളെല്ലാം മനസ്സിൻ്റെ കണ്ടന്റ് വരണം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ഗോഡ്സി. ഞാൻ കോതമംഗലം രൂപത അംഗമാണ്. ഞാൻ വെളിയിൽച്ചാൽ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ഏറ്റവും ആദ്യം തന്നെ എനിക്ക് ലഭിച്ച ഏറ്റവും വലിയൊരു അനുഗ്രഹത്തിന് ദൈവത്തിൻ്റെ മുമ്പിൽ വന്ന് നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിന്നിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ സാക്ഷ്യത്തിന് മുൻപായിട്ട് ഞാൻ ഇതിലോട്ട് എത്തിപ്പെട്ട സാഹചര്യം
ഒന്ന് പറയാൻ ഞാൻ ആദ്യം അത് പറയാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ അപ്പയും അമ്മയും ഒത്തിരി ആഗ്രഹിച്ചാണ് എന്നെ നേഴ്സിങ്ങിന് പഠിക്കാൻ വിട്ടത്. അതിനുശേഷം പുറത്തോട്ട് എന്നെ വിടണം എന്ന് ഒത്തിരി ആഗ്രഹിച്ചു. പക്ഷേ മമ്മി ഓരോ പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ വരുമ്പോഴും ഞാൻ വളരെ ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഒത്തിരി മാർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ മമ്മി എപ്പോഴും വേറെ ഒരാളുടെയും അടുത്ത് മിണ്ടാതെ വളരെ ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരുന്ന് എന്താ പൊന്നു ഇങ്ങനെ അല്ല, അതിനപ്പുറത്തോട്ട് എന്നെ ഇന്ന് വരെ കുറ്റപ്പെടുത്തിയിട്ടില്ല. ഒരു കാര്യത്തിന് എന്നെ ഇതുവരെ ഒരു രീതിയിലും പറഞ്ഞിട്ടില്ല. പക്ഷേ ദൈവത്തിലുള്ള എൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ നേഴ്സിംഗ് ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സാവാൻ സാധിച്ചു. അതിനിടയിൽ എൻ്റെ കല്യാണം കഴിഞ്ഞു. അതിനുശേഷം ഞാൻ ജർമ്മൻ പഠിക്കാനായിട്ട് ചേർന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ബിലോ ആവറേജ് സ്റ്റുഡൻ്റാണ്. എനിക്കൊരു കഴിവില്ല, എൻ്റെ കഴിവ് വെറും 0% ആണ്. അപ്പം എനിക്ക് ജർമ്മൻ പഠിക്കാൻ ചേരുകയും പക്ഷേ അവിടെ ഞാൻ ചേർന്നു. പക്ഷെ ഞാൻ കൂടുതലായിട്ടും പഠിക്കാനാണ് ഞാൻ തുടങ്ങിയത്. അപ്പോൾ പ്രാർത്ഥിക്കും, എനിക്ക് 100% എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷെ എന്നാലും എൻ്റെ പഠിത്തം കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യണം, ജർമ്മൻ എനിക്ക് ജയിക്കണം, എനിക്ക് പുറത്ത് പോകണം, ആ ആഗ്രഹമാണ് എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. പക്ഷേ ഞാൻ ജർമ്മൻ പഠിത്തം പൂർത്തിയാക്കി അതിന് ശേഷം ഞാൻ ആദ്യം ഒരു ട്രയൽ എക്സാം എന്ന പോലെ എന്നെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഞാനൊരു എക്സാം അറ്റൻഡ് ചെയ്യുകയുണ്ടായി. പക്ഷെ അതിൽ ഞാൻ 100% ഞാൻ വളരെ എളുപ്പമായിട്ട് എഴുതി, ഞാൻ ജയിച്ചു എന്ന് ഞാൻ അവിടെ വിധി എഴുതി വന്ന എക്സാം ഞാനത് തീരെ കുറഞ്ഞ മാർക്കോടെ ഞാനത് തോറ്റുപോയി. പക്ഷെ അതിനുശേഷം എനിക്ക് വളരെ നിരാശപ്പെട്ടു. ഞാൻ ഭക്ഷണം പോലും കഴിച്ചില്ല. എനിക്ക് വളരെയധികം വിഷമിച്ച് ഞാൻ ഒത്തിരി മെൻ്റലി ഞാൻ അങ്ങ് തകർന്നു പോയി. പക്ഷെ അതിനുശേഷം ഞാൻ കൂടുതലായിട്ട് ഞാൻ യൂട്യൂബ് നോക്കുമ്പോഴെപ്പോഴും കൃപാസനത്തിലെ പ്രാർത്ഥനകളും കാര്യങ്ങളും എല്ലാം എൻ്റെ അടുത്തേക്ക് വന്നു. പിന്നെ കൂടുതലായിട്ട് സാക്ഷ്യം കേൾക്കാൻ തുടങ്ങി. അതിലുള്ള ഒരു സാക്ഷ്യം എന്നെ കൂടുതലായിട്ട് എനിക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നി. അപ്പം ആ പറയുന്ന സാക്ഷ്യം എന്താണെന്ന് വെച്ചാൽ മാതാവിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അതിലൂടെ ആ ചേച്ചി എക്സാം പാസ്സായി എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പം ഞാൻ കൂടുതലായിട്ടും എങ്ങനെ ഉടമ്പടി എടുക്കുക, അതിൻ്റെ നിബന്ധനകളെക്കുറിച്ച് ഞാൻ നോക്കുകയും ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും ചെയ്തു. ഞാൻ ഏപ്രിൽ 11 ഞാൻ ഉടമ്പടി എടുക്കുന്നത്. അതിനുശേഷം പിന്നീട് എൻ്റെ ലൈഫിൽ കൂടുതലായിട്ടും മാറ്റങ്ങൾ വരികയും ഞാൻ ജർമ്മൻ എക്സാം പിന്നീട് ഞാൻ പ്രാർത്ഥനയ്ക്ക് 80%, എൻ്റെ പഠിത്തം വെറും 20% ഞാൻ കുറച്ചുകൊണ്ട് ഞാൻ ഉടമ്പടി കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ട് തന്നെ ഞാൻ എക്സാം എഴുതി. ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയട്ടെ, ഞാൻ ആ എക്സാം ആദ്യത്തെ എഴുത്തിൽ തന്നെ ഞാൻ പാസ്സായി. എനിക്ക് വളരെ നല്ല മാർക്കുണ്ടായിരുന്നു. എല്ലാം ഞാൻ പുറമേയുള്ള എൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാരൊക്കെ നോക്കി നിൽക്കുമ്പോൾ അവരുടെ മുമ്പിൽ ഏറ്റവും വലിയ സാക്ഷിയായിട്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ലെവലിലോട്ട് എനിക്ക് മാർക്ക് വന്നു. ഞാൻ ആ എക്സാം ഒറ്റയടിക്ക് ഞാൻ പാസ്സാവുകയുണ്ടായി. അതിനുശേഷം ഞാൻ അതിനെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഞാൻ ഡൽഹിയിലാണ് എക്സാം എഴുതിയത്. ഞാൻ എക്സാം സെൻറ്ററിന് മുമ്പിൽ ചെന്നു. ഞാൻ ഒരാളെ പോലും നോക്കിയില്ല. ഞാൻ അവിടെ എൻ്റെ ഒരു അവസ്ഥ കൊണ്ട് ഞാൻ അവിടെ പോയി കൈ വിരിച്ചു നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു. മാതാവിൻ്റെ പ്രതീക്ഷീകരണ പ്രാർത്ഥന ഞാൻ അവിടെ വെച്ച് ചൊല്ലി. ഞാൻ ആരും ചവിട്ടാത്തൊരു മൂലയിൽ ഞാൻ ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ കുറച്ച് ഉപ്പ് ആരും കാണാതെ, ശരിക്കും അങ്ങനെയൊന്നും എക്സാം സെൻറ്ററിൻ്റെ ഉള്ളിലേക്ക് എടുക്കാൻ പറ്റില്ല. നമ്മുടെ ബോഡി ഫുള്ള് ചെക്ക് ചെയ്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വിടുകയുള്ളൂ. പക്ഷെ എന്നാൽ പോലും എൻ്റെ വിശ്വാസമാണ്, ഞാനത് കുറച്ച് ടവലിനിടയിൽ വെച്ച് ഞാനത് എടുത്തുകൊണ്ട് പോവുകയും ഞാൻ എക്സാമിന് ചെന്നിരുന്നു. പക്ഷേ എക്സാം എനിക്ക് വളരെ പാടായിരുന്നു. കാരണം ഞാനത് ജയിക്കില്ല എന്ന് എനിക്ക് തന്നെ ഉറപ്പായിരുന്നു. പക്ഷേ വീട്ടിൽ പറഞ്ഞു ജയിക്കും, കുഴപ്പമില്ല എന്ന് അവർ വിഷമിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു. പക്ഷേ അവസാനം ഞാൻ ആ എക്സാമിൻ്റെ പേപ്പർ ഞാൻ അവർക്ക് കൊടുക്കുമ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് കൃപാസനത്തിൽ ഉപ്പ് ഞാൻ ആരും കാണാതെ അതിൻ്റെ അകത്ത് ഇട്ട് പ്രാർത്ഥിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി. എനിക്കറിയാവുന്ന രീതിയിലെല്ലാം ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഞാനങ്ങനെയാണ് അവിടുന്ന് ഇറങ്ങിപ്പോകുന്നത്. പക്ഷെ ഞാൻ അതിന് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ 4 മൊഡ്യൂളും ഏറ്റവും നല്ല മാർക്കിൽ ഞാൻ പാസ്സാവാനായിട്ട് ഇടയായി. എനിക്ക് 100% വിശ്വാസമുണ്ട്. ഇതെൻ്റെ മെറിറ്റ് അല്ല, ഇതെനിക്ക് ദൈവം നടത്തി തന്നതാണെന്നും പരിശുദ്ധ അമ്മയാണ് ഇതിന് പുറകിലെന്നും 100% ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് തൈറോയിഡ്
എന്ന് പറയുന്ന ഒരു അസുഖം. എനിക്ക് വളരെ നാളായിട്ട് ഉറക്കം കുറവും മുടിപൊഴിച്ചിലും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ബുദ്ധിമുട്ടി. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു തൈറോയിഡ് ഇല്ല, ഒരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ എന്നാലും ഞാൻ അങ്ങോട്ട് പറയുകയും തൈറോയിഡ് ടെസ്റ്റ് ചെയ്യുകയും ചെയ്തപ്പോൾ എനിക്ക് തൈറോയിഡ് വളരെ ഹൈ ആയിരുന്നു. അതിനുശേഷം എനിക്ക് പിന്നീട് മാനസികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ട്. എനിക്കൊരു അസുഖം വരിക എന്ന് പറയുന്നത് ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ്. പക്ഷേ പിന്നീട് ഞാനത് മാതാവിനോട് പ്രാർത്ഥിച്ചു. കൂടുതലായിട്ട് ഞാൻ കഴിഞ്ഞു പോയ ധ്യാനങ്ങൾ ഞാനത് എടുത്ത് കേൾക്കുവാനും അതുപോലെ തന്നെ ഈശോയെ മാതാവിനെ പറ്റി ഒത്തിരി പേരോട് പറയാനും, ഒരു വഴി കാണുന്ന പട്ടിക്കും പൂച്ചയ്ക്കും എല്ലാവരും ചോദിക്കും എനിക്ക് ഭ്രാന്താണോ വരെ ചോദിക്കും. പക്ഷെ എന്നാൽ പോലും ഞാൻ എല്ലാ ജീവികൾക്കും ഞാൻ ഭക്ഷണം കൊടുക്കാനും അതിനെ നോക്കാനും ഒക്കെ ഞാൻ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഈ ഒരു ചെറിയ പ്രായത്തിൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ തൈറോയിഡ് പിന്നീട് ഞാൻ വെറും വയറ്റിൽ ടെസ്റ്റ് ചെയ്യാൻ പറയുകയും ഞാനത് ടെസ്റ്റ് ചെയ്തു.